ഈ ചമ്മന്തി അരഞ്ഞിട്ടില്ല, ഒന്നുകൂടി അരയാനുണ്ട്, സ്വല്പം കൂടെ അരയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചിരിക്കുക. വെടി നിർത്താനാണെങ്കിൽ നിർത്തിയാൽ പോരെ, ഇടയ്ക്ക് തുടർച്ചയായി വെടി പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഉപരോധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവസാനിക്കില്ലേ? ഒരാൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞാലല്ലേ പ്രശ്നം. അതുകൊണ്ട് അമേരിക്കയും ഇറാനും സമാന്തരമായി ഒരു സിങ്ക്രണൈസ്ഡായി പരസ്പര ഉപരോധം ഹോർമൂസിലേത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പോയി. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുമായി യാതൊരു തരത്തിലുമുള്ള ആണവ ചർച്ചകളും നടക്കുന്നില്ല എന്നാണ് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനിക നീക്കങ്ങളെ തുടർന്ന് സംഘർഷം രൂക്ഷമായതിനാൽ ഈ വിഷയത്തിൽ ഇടപെടൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്നാണ് ഇറാൻ്റെ ഒരു നിലപാട്. ഇറാനുമായുള്ള ആണവ കരാർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അത് ഉടൻ തന്നെ തീരുമാനത്തിലെത്തുമെന്നും റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. എന്നാൽ നിലവിൽ വാഷിംഗ്ടണുമായി ആണവ ചർച്ചകൾ നടക്കുന്നില്ല എന്നും ഇറാന്റെ അടിയന്തര മുൻഗണന നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബക്കായിയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. അപ്പോൾ യുദ്ധം തീരും എന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താകുകയാണോ? വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ല. തീരും, ഉടനടി തീരും, ഇപ്പോൾ തീരും, നാളെ തീരും എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് കണ്ടറിയണം. ഇവിടെ ഓരോ അനുനിമിഷം മാറി മറിയുകയാണ് യാഥാർത്ഥ്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഇറാൻ്റെ പ്രതികരണം എന്താണ്? ഇസ്രയേലുമായി ഉള്ള വിഷയത്തിൽ തങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ലെബനനിൽ തുടരുന്ന ഇസ്രയേൽ അറ്റാക്ക് അത് തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ടേംസിൽ ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറല്ല. ആണവ വിഷയത്തിൽ ചർച്ച വേണ്ട. കാരണം മാറ്റി മാറ്റി ട്രംപ് പറയുകയാണ് ആണവ വിഷയത്തിൽ ചർച്ചയുണ്ട്, യുറേനിയം സമ്പുഷ്ടീകരിച്ചത് കൈമാറാൻ ഇറാൻ തയ്യാറാകുന്നു. ഇറാൻ പറയുന്നു അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, കൈമാറാനൊന്നും തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അത് പ്രഖ്യാപിക്കേണ്ടത് ഇറാനല്ലേ, അമേരിക്ക അല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറുവിരൽ പോലും അനങ്ങാതെ ഉപരോധം തുടരുന്നു. തങ്ങളുടെ സേനാ വിന്യാസങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തുന്നു. അതുമാത്രമല്ല 3 പ്രാവശ്യമാണ് കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ 3 പ്രാവശ്യം ഇറാൻ്റെ ടെറിട്ടറിയിലേക്ക് അമേരിക്കൻ വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ശക്തമായ ആക്രമണം നടത്തി. അത് വെടിനിർത്തലാണെന്ന് പുറമേ പറയുകയും നിരന്തരം പ്രഹരമേൽപ്പിക്കുകയും അതിന് ഇറാനും തിരിച്ചടിച്ചു. ഇറാൻ കുവൈറ്റിലേക്ക് UAE-ലേക്കും ഒക്കെ തിരിച്ചടികൾ നടത്തി. പക്ഷേ ഇതെല്ലാം കാട്ടുന്നത് എന്താണ്? ഒരു ഇച്ഛാശക്തിയുടെ അഭാവം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇച്ഛാശക്തി ഇല്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ചിന്തയില്ല. ഇസ്രയേലിനും ആ ചിന്തയില്ല. പിന്നെ തങ്ങൾ മാത്രമായിട്ട് എന്തിനു ചിന്തിക്കണം? അതുകൊണ്ട് ആണവ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചയില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇപ്പോൾ പറഞ്ഞിരുന്ന പ്രപ്പോസൽ എന്താണ്? ഇറാൻ ഉപരോധം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കുന്നു, കപ്പലുകൾ സുഗമമായി പോകട്ടെ. അതിന് പകരമായി അമേരിക്ക ഇറാൻ്റെ തീരപ്രദേശത്തുള്ള തുറമുഖങ്ങൾക്ക് നേരെയുള്ള ഇറാൻ്റെ എതിരെയുള്ള നാവിക ഉപരോധം അമേരിക്കയും അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വിറ്റ് പോകട്ടെ, പേർഷ്യൻ ഗൾഫിലേക്ക് കപ്പലുകൾ വരട്ടെ, കപ്പലുകൾ അവിടെ കൂടെ സുഗമമായി പോകട്ടെ. അവിടെയാണ് ആദ്യ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ. അത് ഏതാനും ദിവസം പോകട്ടെ. ഇപ്പോൾ 2 മാസത്തേക്ക് വെടിനിർത്തിയതിനു ശേഷം ആദ്യ മാസം അങ്ങനെ പോകട്ടെ. ഈ 1 മാസത്തിനുള്ളിൽ ആണവ വിഷയത്തിൽ ചർച്ചകളാവാം. ഇങ്ങനെയൊക്കെയാണല്ലോ പ്രപ്പോസൽ പോയിരുന്നത്. അതിന് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ ഇറാൻ നൽകിയ ചില വാഗ്ദാനങ്ങൾ അതൊക്കെ ഒരു കരട് രൂപത്തിലുണ്ട് അമേരിക്കയുടെ കയ്യിൽ. അത് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ തിരിച്ച് ഇറാന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഒന്നുകൂടെ പരിശോധിച്ച് ഈ ചമ്മന്തി അരഞ്ഞിട്ടില്ല, ഒന്നുകൂടി അരയാനുണ്ട്, സ്വല്പം കൂടെ അരയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചിരിക്കുക. എത്ര കാലം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും? വെടി നിർത്താനാണെങ്കിൽ നിർത്തിയാൽ പോരെ, ഇടയ്ക്ക് തുടർച്ചയായി വെടി പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഉപരോധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവസാനിക്കില്ലേ? ഒരാൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞാലല്ലേ പ്രശ്നം. അതുകൊണ്ട് അമേരിക്കയും ഇറാനും സമാന്തരമായി ഒരു സിങ്ക്രണൈസ്ഡായി പരസ്പര ഉപരോധം ഹോർമൂസിലേത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പോയി. പിന്നെ ബാക്കി ഫണ്ടമെൻ്റൽ വിഷയമാണത്, ആണവ വിഷയമാണ്. ആണവ വിഷയത്തിൽ സമഗ്രമായ ചർച്ചകൾ ആവശ്യമുണ്ട്. അത് ഇറാൻ്റെ ഡിഫൻസിൻ്റെ വിഷയമാണ്, ഇറാൻ്റെ ദേശീയ സുരക്ഷയുടെ വിഷയമാണ്. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ
നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയവുമാണ്, ഇസ്രയേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇത് ഒരു വശം ഇറാൻ്റെ ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ, ഇസ്രയേലിൻ്റെ ഭാഗം കേൾക്കണം, ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗം കേൾക്കണം. അവർക്കെല്ലാം സുരക്ഷാ ഭീഷണി ഉണ്ട് എങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിന് ചില മാർഗ്ഗങ്ങളില്ലേ, ചില ഘടനാപരമായ മാർഗ്ഗങ്ങളില്ലേ, ചില ഉറപ്പുകളില്ലേ, ചില ധാരണകളില്ലേ. ആ ധാരണ ലംഘിക്കുന്നുവെങ്കിൽ അപ്പോൾ നോക്കാം. അതല്ലേ ന്യായം. അല്ലാതെ മുൻകൂർ ചില അടിച്ചേൽപ്പിക്കലുകൾ അതിന് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൂ ഈസ് ഇൻ കമാൻഡ് ഇൻ ഇറാൻ? ഡസ് അമേരിക്ക നോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് അത്. പ്രേക്ഷകരത് അംഗീകരിക്കുമോ എന്നെനിക്കറിയില്ല. ഇറാനുള്ളിൽ നിന്നും കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ടുകൾ വരുന്നു. മസൂദ് പെസഷ്കിയാൻ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റെപ്പ് ഡൗൺ. ആരാണ്? പ്രസിഡന്റ് പെസഷ്കിയാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. ഇറാൻ ഉള്ളിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വരും. ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. മസൂദ് പെസഷ്കിയാൻ തന്നെ പറഞ്ഞു, ഇത് വ്യാജ റിപ്പോർട്ടാണ്, തനിക്ക് യാതൊരു അസംതൃപ്തിയില്ല. റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് വന്നത്: IRGC ഭരണം പിടിച്ചിരിക്കുന്നു, ഒരു പാവ എന്ന രീതിയിൽ മസൂദ് പെസഷ്കിയാനെ വെച്ചിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രിയായി അബ്ബാസ് അരാക്ചിയെയും പ്രധാന നേതാവായി അല്ലെങ്കിൽ പ്രസിഡന്റായി പെസഷ്കിയാനെ നിർത്തിയിരിക്കുകയാണ്. അയത്തുള്ള അലി ഖൊമേനി കാലം പോയല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ കാലശേഷം അധികാരത്തിൽ എത്തിയ മകൻ മുജ്തബ ഖൊമേനി പൂർണ്ണമായി കൺട്രോളിലാണോ അതോ IRGCയുടെ ഒരു കോക്കസ് ആണോ അത് നിയന്ത്രിക്കുന്നത്? ഒരു നിശ്ചയമില്ല അമേരിക്കയ്ക്ക്. ആരോടാണ് സംസാരിക്കുന്നത്? ഇപ്പം വെളിയിൽ കാണുന്നത് ഗലിബാഹ്, അത് പാർലമെൻറ്റ് സ്പീക്കറാണ്, ഇറാൻ മജ്ലിസിൻ്റെ സ്പീക്കറാണ്. അതേപോലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഈ രണ്ട് പേരുകളിൽ പെസഷ്കിയാനോട് പോലും സംസാരിക്കുന്നില്ല. ഈ രണ്ട് പേര് മാത്രം പറയുമ്പോൾ അവരാരുടെ ഓർഡേഴ്സാണ് കേൾക്കുന്നത്? അവർ IRGCയുടെ അകത്തളത്തിലുള്ള ഒരു കോട്ടറി അദൃശ്യമായി മറിഞ്ഞിരിക്കുന്ന ചില നേതൃത്വം അവരാണോ അതോ മുജ്തബ ഖൊമേനിയാണോ? അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ നയിക്കുന്ന ഒരു സംവിധാനത്തിന് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടോ? അതോ അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചത് ഇവർക്കെതിരെ, ഭരണകൂടത്തിനെതിരെ ചിതറി നിന്ന ജനം, അല്ലെങ്കിൽ പ്രതിഷേധിച്ച് നിന്ന ജനുവരി മാസമൊക്കെ പ്രതിഷേധിച്ചല്ലോ ജനം, ആ ജനം വീണ്ടും ഭരണകൂടത്തിന് അനുകൂലമായി, അവർ മർദ്ദക ഭരണകൂടമാണ് എന്ന് പറയപ്പെടുന്നു, അത് ശരിയുമാണ് കുറേയൊക്കെ, അവർക്ക് അനുകൂലമായി വീണ്ടും ഗാൽവനൈസ് ചെയ്യപ്പെട്ടോ? അപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായില്ലേ? അമേരിക്ക ഇറാനെ ആക്രമിച്ചത് പാണ്ടായില്ലേ? അപ്പോൾ ഇറാനിൽ ജൈവികമായി ഉണ്ടായി വന്ന ഒരു പ്രക്ഷോഭം അതിപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത രണ്ടുപേരെ ഇപ്പോൾ വധിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടു. അപ്പോൾ വധിക്കപ്പെട്ടു തൂക്കുകയറിൽ വധിക്കപ്പെട്ടു. അത് വിചാരണ ചെയ്ത് വധിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര പേരാണ്? ഒരു വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി. ഡിസംബർ 2025 ജനുവരി 2026 സമയത്ത് അവിടെ എത്രയാണ്? 10,000-കണക്കിന് പേര് തടവിലായി. അവരുടെ ഭാവിയെക്കുറിച്ചാണ് ട്രംപ് പൂങ്കണ്ണീരൊഴുക്കിയത്. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ പറയുന്നില്ല. ഇറാനെ ആക്രമിക്കുമ്പോൾ ഇവർക്കെന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഇതാ ഞങ്ങൾ വരുന്നു, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ മോചനം അകലെയല്ല. ഈ ഉറപ്പ് കൊടുത്ത ലഘുലേഖകൾ ഉൾപ്പെടെ ഇറാൻ്റെ മേൽ വിതറിയ ട്രംപാണ് ഇപ്പോൾ പറയുന്നത് വീണ്ടും ആക്രമണം നടത്തും. അപ്പോൾ ഇതെവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ട് ഇറാൻ്റെ നേതൃത്വം ആര്? ഡി ഫാക്ടോ, സാങ്കേതികമായി പറയുമ്പോൾ ചിലരൊക്കെ ഉണ്ട്, പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഈ ഡി ഫാക്ടോ ആരാണ്? അപ്പോൾ ആരോടാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത രീതിയിൽ, അവരുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, ഈ ചക്രത്തി പോരാട്ടം ഇങ്ങനെ പോകണ്ട, തൽക്കാലം ഞങ്ങളില്ല ചർച്ചയ്ക്ക്, ആണവ ചർച്ചയ്ക്കില്ല, മറ്റു വിഷയങ്ങൾ പരിഹരിച്ചിട്ട് വാ, നമ്മൾക്ക് ആണവം ചർച്ച ചെയ്യാം. ചർച്ച ആത്യന്തികമായിട്ട് ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ. മറ്റു വിഷയങ്ങൾ, ഉപരോധം എന്ന വിഷയം പരിഹരിച്ചു വാ, നമ്മൾ ചെയ്യാം. കാരണം ആണവ വിഷയത്തിൽ തട്ടിയാണല്ലോ പിന്നീടാണല്ലോ ഉപരോധം ഉണ്ടായത്. ഉപരോധത്തിന് മറു ഉപരോധമാണല്ലോ ഇറാൻ ഇപ്പോൾ ഹോർമുസ് ഉപരോധിച്ചിരിക്കുന്നത്. അപ്പം സാങ്ഷൻസും കൗണ്ടർ സാങ്ഷൻസുമായി ഇതിങ്ങനെ പോകുമ്പോൾ, സാങ്ഷൻസ് ആദ്യം പിൻവലിച്ചതിന് ശേഷം ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ $12 ബില്യൺ, ചെറിയ തുകയാണ്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയായിരിക്കും, അമേരിക്കയ്ക്ക് അത് ചെറുതാണ്. അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യേണ്ടതില്ല, അവരുടെ നല്ലല്ലോ, ഇറാൻ്റെ അല്ലേ അത്. മറ്റു രാജ്യത്ത് തടഞ്ഞു വെക്കുന്ന കാര്യം എന്താണ്? ഇറാൻ്റെ ജനതയ്ക്ക് അവകാശപ്പെട്ടതല്ലേ. അത് റിലീസ് ചെയ്താൽ ആംസ് വാങ്ങാൻ, ആയുധങ്ങൾ വാങ്ങാൻ അത് ചിലവഴിക്കപ്പെടും. ഇതാണ് അമേരിക്കയുടെ വാദം. അത് വാദത്തിന് വേണ്ടി വേണമെങ്കിൽ അതും പറയാം. പക്ഷേ എന്തെങ്കിലും ഒരു കൺസെഷൻ രണ്ട് ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ വിട്ടുവീഴ്ച ആരെങ്കിലും ഒന്ന് ചെയ്താൽ, ഇറാനാകാം അമേരിക്കയാകാം, ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേലിനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടെ ചെയ്താൽ സുഗമമായി മുന്നോട്ട് പോകാവുന്ന ചർച്ചകളാണ് ഇപ്പോൾ ചില പിടിവാശികളിൽ തട്ടി, അമേരിക്കയുടെയും ഇറാൻ്റെയും ഒരുപോലെയുള്ള പിടിവാശികൾ തട്ടി ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതിനല്ല.
പശ്ചിമേഷ്യൻ യുദ്ധഭീതി ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിന്തിരിയുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വീണ്ടും US ആക്രമണം നടത്തുകയും ചെയ്തു. സമുദ്രാതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് US-ന്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യാക്രമണം എന്നോണം കുവൈറ്റിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോണുകളും മിസൈലുകളും പായിച്ചതോടെ ഗൾഫ് മേഖല ഒരിക്കൽ കൂടി ആശങ്കയുടെ നിഴലിലായിരിക്കുകയുമാണ്. ഇതെല്ലാം കാണുമ്പോൾ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കരുത് എന്ന ഒരു ലക്ഷ്യമുണ്ടോ? പണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്ത് പണ്ടൊരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകും. ആളുകൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഭരണവും സമരവും ഒരുമിച്ച് പോവുക? അതൊക്കെ ഞങ്ങൾക്കറിയാം, ഇടതുപക്ഷത്തിന് ചില രീതികളുണ്ട്. ഞങ്ങളുടെ സർക്കാരിനെതിരെ തന്നെ സമരം ചെയ്യും, ഞങ്ങൾക്കെതിരെ തന്നെ സമരം ചെയ്യും. അന്ന് അതൊക്കെ കേട്ട് ജനം പുഞ്ചിരി തൂക്കിയതാണ്. സമാനമായ ഒരു അവസ്ഥയല്ലേ ഇത്? തങ്ങൾ സമാധാന ചർച്ചകളും യുദ്ധവും ഒരുമിച്ച് കൊണ്ടുപോകും. ആയുധമൊന്ന് താഴെ വെച്ച് ഒരു വെടിനിർത്തൽ ഉണ്ടായി, അത് പാലിക്കപ്പെട്ടതിന് ശേഷം വേണമല്ലോ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഒരു മേശയ്ക്ക് ചുറ്റും അപ്പുറവും ഇപ്പുറവും ഇരിക്കാൻ. ഇത് ചെയ്യാതെ എന്ത് സമാധാന ചർച്ചയാണ്? കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്ന സംഭവങ്ങളൊന്ന് നോക്കൂ. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടത്തിയ പ്രകോപനപരമായ പറക്കലുകൾ വെടിനിർത്തലാണല്ലോ. പിന്നെ എന്തിനാണ് MQ-9 ഡ്രോൺ അവിടെ പായിക്കുന്നത്? 30 ലക്ഷം 40 ലക്ഷം രൂപ വിലയേറിയ ഡ്രോണാണ്. അത്രയും വിലയുള്ള ഡ്രോണുകൾ പായിച്ച് ഇറാൻ്റെ എന്ത് വിവരമാണ് ഇപ്പോൾ പുതിയതായി കിട്ടേണ്ടത്? സാറ്റലൈറ്റുകൾ നൽകിയ വിവരത്തേക്കാൾ കൂടുതൽ എന്താണ് നിൽക്കേണ്ടത്? ഇറാൻ അതങ്ങ് വെടിവെച്ച് വീഴ്ത്തി. ഇറാൻ അത് വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ഇറാൻ്റെ പുതിയ തരം മിസൈലുകൾ പരീക്ഷിക്കപ്പെട്ടു എന്നതായി. അവിടെ അമേരിക്ക വിരളി പൂണ്ടു. അപ്പം പ്രപ്പോർഷനറ്റ് ആക്രമണമല്ല നടത്തിയത്, ഡിസ്പ്രപ്പോർഷനറ്റ് രീതിയിൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. ഇറാൻ തിരിച്ചടിക്കുന്നു. തിരിച്ചടിക്കാൻ എവിടെയാണ് അടിക്കുക? അമേരിക്കയിൽ ചെന്ന് ബോംബിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുവൈറ്റിൽ ബോംബിട്ടു. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. അത്രയുമേ സംഭവിച്ചുള്ളൂ എന്നല്ല, അത്രയും സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിലവിൽ വെടിനിർത്തലാണെന്നാണല്ലോ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. വെടിനിർത്തലിനിടയിൽ എന്തിന് ഇനി ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു പ്രകോപനം ഉണ്ടായി എന്ന് തന്നെ കരുതിക്കോളൂ. ചർച്ചകൾ അത് ഉന്നയിക്കാം. ഞങ്ങളുടെ ഡ്രോണിനെ വെടിവെച്ചിട്ടു. ഇറാൻ പറയട്ടെ, ഞങ്ങൾ ടെറിട്ടറിക്ക് മുകളിലൂടെ പറന്നു, ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു, താഴ്ന്നു പറന്നു, അതുകൊണ്ട് ഞങ്ങൾ വെടിവെച്ചിട്ടു. പറയട്ടെ, എന്തിനും പരിഹാരമുണ്ടല്ലോ. അതിന് ബദലാക്രമണവും ആക്രമണത്തിന് ബദലാക്രമണവും വീണ്ടും വീണ്ടും ആക്രമണവും എന്ന രീതിശാസ്ത്രം ന്യായമല്ല. അതുകൊണ്ടാണ് ചർച്ചകൾക്ക് ഉള്ള ഒരു അന്തരീക്ഷം, മാനസികമായ ഒരു അന്തരീക്ഷം ഇപ്പോഴും സംജാതമല്ല എന്ന് പലരും ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. അതുകൊണ്ട് അമേരിക്ക ഡസ് നോട്ട് വാണ്ട് എ ക്ലീൻ സെറ്റിൽമെൻറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഇവൻച്വലി ദേ മേ വാണ്ട് പീസ്. പക്ഷേ ഇപ്പോൾ വേണ്ട, നീണ്ടോട്ടെ, ലേശം കൂടി നീണ്ടോട്ടെ, തങ്ങൾക്ക് തിടുക്കമില്ല. ഈ വാക്കുകളാണല്ലോ ട്രംപ് പറയുന്നത്. ഇറാൻ എന്തു പറയും? ഇറാൻ പറയുന്നു, ഞങ്ങൾക്ക് 1979 മുതൽ ഞങ്ങൾ ഒരു തിടുക്കവും കാണിച്ചില്ല. ഞങ്ങൾ അമേരിക്ക വിരുദ്ധതയിൽ തന്നെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത്. ഇസ്രായേൽ വിരുദ്ധതയിലാണ് മുന്നോട്ട് പോയത്. ഞങ്ങളുടെ പ്രതിരോധ സംവിധാനവും ആക്രമണ സംവിധാനവും എല്ലാം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇതൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്, ആക്രമണം വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. തങ്ങൾക്കും ഒരു തിടുക്കവുമില്ല. കുറേ കാലമൊക്കെ ഞങ്ങൾ പട്ടിണി കിടന്നു, അതൊക്കെ ശീലമായി പോയി. ഇനി ഞങ്ങൾ പട്ടിണി കിടന്നോളാം. അത്യാവശ്യം ജീവൻ നിലനിർത്താൻ ഉള്ള ആഹാരമൊക്കെ ഇവിടുത്തെ പാടങ്ങളിൽ വിളയുന്നുണ്ട്. തങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ചോളാം. തങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കും. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ജനത, അങ്ങനെ നിൽക്കുന്ന ഒരു ഭരണകൂടം, അവിടെ ഒരു ചോദ്യമുണ്ട്. ഭരണകൂടം ജനങ്ങളുടെ ഹിതമനുസരിച്ചാണോ ഭരണകൂടം? ദാറ്റ് ഇസ് എ ഡിബേറ്റബിൾ പോയിന്റ്. നിലവിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു ജനതയുമായി നേരിട്ട് സംസാരിക്കാനാവില്ല. നിലവിലുള്ളൊരു ഭരണകൂടവുമായിട്ടല്ലേ സംസാരിക്കാനാവൂ. നിലവിലുള്ള ഭരണകൂടവുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തി അവിടെ സമാധാനമുണ്ടായാൽ സ്വാഭാവികമായി ആ രാജ്യത്തിലേക്ക് സമ്പത്ത് കുറച്ചൊക്കെ വരുമല്ലോ. അവർക്ക് എണ്ണയുണ്ടല്ലോ. ദരിദ്ര രാജ്യമാണെങ്കിൽ പോട്ടെ, ഒന്നും നടക്കില്ല. അത് ബാഹ്യ സഹായം വേണ്ടിവരും. ഇറാൻ ഒരു ബാഹ്യ സഹായവും ആവശ്യമില്ല. ഇറാൻ വെറുതെ പറയുന്നതാണ് യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന്. അത് വാദത്തിന് വേണ്ടി പറയുന്നതാണ്. ഒരു നഷ്ടപരിഹാരവും ഒരു രാജ്യവും കൊടുത്തില്ല എങ്കിലും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അതിസമ്പന്നമായ എണ്ണ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം വിറ്റാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്താൽ എല്ലാം ശുഭം. പക്ഷേ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗം ജനങ്ങൾക്ക് കിട്ടുമല്ലോ. മറ്റൊരു ഭാഗം വാദത്തിന് വേണ്ടി പറയാം, ആയുധമണിയിക്കാൻ, ഇറാനെ ആയുധമണിയിക്കാൻ ഉപയോഗിക്കും. അതും ശരിയാണ്. അപ്പോൾ എന്താണ് ചെയ്യാനാവുക?
അവർ ആയുധം ഉണ്ടാക്കട്ടെ. എല്ലാ രാജ്യങ്ങളും ആയുധം ഉണ്ടാക്കുന്നില്ല, അവരുണ്ടാക്കട്ടെ. പക്ഷേ ആണവായുധം അത് കുറച്ചുകൂടെ അപകടകരമാണ്. അത് ഏകപക്ഷീയമായി ഉപയോഗിച്ചാൽ അതിന് പ്രതിരോധമില്ല. അതുകൊണ്ട് ആണവ നിലയങ്ങൾ അമേരിക്ക 1 2 3 വട്ടം ബോംബ് ചെയ്തു. എല്ലാ ആണവ നിലയങ്ങളും ബോംബ് ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ബോംബുകൾക്ക് പ്രഹരശേഷി കുറവാണെന്നാണോ പറയുന്നത്? ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചില്ലേ? 30 മീറ്ററിൻ്റെ കണക്ക് നമ്മൾ കേട്ടു. 40 മീറ്റർ 60 മീറ്റർ അകലേക്ക് ചെന്ന് തുറന്നു കയറി അടിയിൽ ചെന്ന് പൊട്ടിത്തെറിക്കും. അതോടെ ഇറാൻ്റെ മിസൈൽ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ടണൽസിലൊക്കെ മിസൈലുകൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്, അതെല്ലാം പൊട്ടിത്തെറിക്കും. അതുപോലെ ആണവ നിലയങ്ങൾ, ഫർദോ, ഇസ്ഫഹാൻ, അല്ലേ, നഥാൻസ് ആണവ നിലയങ്ങൾ അതെല്ലാം തന്നെ താവിട്ട് പൊടിയായി, ഓബ്ലിറ്ററേറ്റഡായി. ഇതൊക്കെ ആരോടാ പറയുന്നത്? പിന്നെന്തിനാണ് ഈ ചർച്ച? ഇതെല്ലാം പോയില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും പോയിട്ടില്ല, കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിൻ്റെ കണക്കാണല്ലോ പറയുന്നത്. അതിൻ്റെ കണക്ക് ഇവർ പറയുന്നു ഞങ്ങളുടെ കൈവശമുണ്ട്. ഏതോ സിനിമയിൽ കേട്ട ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ, സാധനം കയ്യിലുണ്ട്. ഈ സാധനം കയ്യിലുണ്ട്. ആ സാധനം ഒന്ന് മാറ്റി വെക്കണം സമാധാനമായിട്ട്. അത് വിനാശകാരിയമായ കാര്യമാണത്. അത് പൊട്ടിക്കാൻ ഉപയോഗിക്കപ്പെടാൻ ഇടവരാതെ ചൈനയോടോ റഷ്യയോടോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറെ ഉണ്ട് ബോംബുകൾ. അവരോടൊപ്പം പാതി വെന്ത അപ്പം എന്ന് പറയുന്ന പോലെ ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇരിപ്പുണ്ട്. അതുകൂടെ കൊണ്ട് വെക്കട്ടെ, റഷ്യയിൽ വയ്ക്കട്ടെ, ചൈനയിൽ വയ്ക്കട്ടെ, അത് അവരുടെ കയ്യിൽ ഇരുന്നോളത്തില്ലേ. 4 ബോംബോടെ കൂടുതൽ അവർ അത് ഉണ്ടാക്കട്ടെ. അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. അവരെതിർത്ത് ആർക്കും എതിരെ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഇറാൻ്റെ മണ്ണിലിരിക്കേണ്ട, അത് അമേരിക്കയ്ക്ക് തന്നെ വേണം, തങ്ങളുടെ കൈവശത്തിലേക്ക് തന്നെ വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു മുട്ടാപ്പോക്ക്, അത് ഒരുതരം ധാർഷ്ട്യമാണ്. അത് ഇറാനെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ റ എന്ന് വരപ്പിക്കുന്നതിന് തുല്യമല്ലേ? ഒരു ജനതയുടെയും ഒരു ഗവൺമെൻറ്റിൻ്റെയും അഭിമാനബോധത്തെ ചോദ്യം ചെയ്താൽ ഒരിടത്തും ചർച്ചകൾ എത്തില്ല. അതാണ് ലോകചരിത്രം. അതുകൊണ്ട് അഭിമാനം നിലനിർത്താൻ ഇറാനെ അനുവദിക്കുക. അന്തസ്സ് അവരൊരു അമേരിക്കക്കാരൊക്കെ സിവിലൈസ്ഡ് ആകുന്നതിന് എത്രയോ മുൻപ് ഏറെ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു രാജ്യമല്ല അമേരിക്കയിൽ. ഇല്ലെന്ന് പറയുന്നില്ല. റെഡ് ഇന്ത്യൻ സിവിലൈസേഷൻ, ഇൻക, അസ്ടെക്, അല്ലേ, പിന്നെ ഒക്കെ സിവിലൈസേഷൻ, മായൻ സിവിലൈസേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗത്തല്ല, കുറച്ചുകൂടെ തെക്കാണ്. മധ്യ അമേരിക്കയിലും തെക്കൻ അമേരിക്കയുടെ വടക്കൻ ഭാഗത്തും പെറുവിലും ഇക്വഡോറിലും ഒക്കെയാണ്. ആയിക്കോട്ടെ, അതൊക്കെ ആയാലും അവിടെ ഇപ്പോൾ യൂറോപ്യന്മാരൊക്കെ സംസ്കാരത്തിൽ വരുന്നതിന് വടക്കൻ യൂറോപ്പിൽ നിന്നാണല്ലോ അമേരിക്കയിലേക്ക് പോയ വെള്ളക്കാർ. അവർ യൂറോപ്യന്മാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഐറിഷ് അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ, ഹ്യൂഗ്നോട്ട്സ്, ഇവരൊക്കെയാണല്ലോ പോയത്. അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിലെത്തി. അവരെ സൃഷ്ടിച്ച രാജ്യമാണല്ലോ. ഇന്നലെ കിളിർത്ത തകരയല്ലേ? അക്കണക്കിൽ പറഞ്ഞാൽ അമേരിക്ക ഇന്നലെ കിളിർത്ത തകരയല്ലേ? പേർഷ്യൻ സാമ്രാജ്യം എത്ര ആവർത്തി പേർഷ്യൻ സാമ്രാജ്യം ഉദിച്ചുയരുകയും ആ ഏറിയ മുഴുവൻ കൈയടക്കുകയും എത്രയോ വാസ്തുവിദ്യ, എത്രയോ കലാരൂപങ്ങൾ, സംഗീതം, ഇതൊക്കെ സായിപ്പിന് അന്യമായിരുന്ന കാലത്ത് ഇറാനിയൻ പേർഷ്യൻ ജനതയ്ക്ക് ഇതൊക്കെ പ്രാപ്യമായിരുന്നു എന്ന് ഓർക്കണം. അവരുടെ പിൻഗാമികളാണ് ഇന്നത്തെ ഇറാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ലേശം ദോഷങ്ങളൊക്കെ ഉണ്ട്. അവർ ഏകാധിപത്യ പ്രവണത കാട്ടുന്നു. മത മേലധ്യക്ഷന്മാരുടെ ഒരു നിയന്ത്രണത്തിലാണ് രാജ്യം. ഇതൊക്കെ അംഗീകരിക്കാത്ത ഒരുപാട് പേര് ഇറാനിൽ തന്നെയുണ്ട്. ലോക സമൂഹവും ആ രൂപത്തിൽ അത് അംഗീകരിക്കുന്നൊന്നുമില്ല. ഞാനും അക്കാര്യത്തിൽ ന്യൂട്രലായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ജനത ദേ ഡിസേർവ് സംതിങ് ബെറ്റർ. അതുകൊണ്ടാണ് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട്, ആണവ വിഷയം പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് പോലും അന്തരീക്ഷം നിഷേധിക്കുന്ന അമേരിക്കൻ സമീപനം ന്യായമല്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾ ചർച്ചയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുന്നു എന്ന് പറയുന്നതും ന്യായമല്ല. ഇവിടെ ജനതയെ ഓർത്തെങ്കിലും ഭരണകൂടം ചില വഴങ്ങലുകൾ, അഭിമാനം പണയപ്പെടുത്തണ്ട, പക്ഷേ ചില ഉറപ്പുകൾ ആണവ വിഷയത്തിൽ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ആണവായുധങ്ങൾ വളരെ സുരക്ഷിതമായിരിക്കും. ഇസ്രായേലിൻ്റെ കയ്യിൽ, ചൈനയുടെ, റഷ്യയുടെ കയ്യിൽ സുരക്ഷിതം, അമേരിക്കയുടെ കയ്യിൽ സുരക്ഷിതം എന്നൊരു ശ്വാസത്തിൽ പറയുകയും ഇറാൻ്റെ കയ്യിൽ അത് ഒരിക്കലും സുരക്ഷിതമാവില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യവും ഉണ്ട്. അത് വേണമെങ്കിൽ പറയാം, ഇറാനിലെ ഗവൺമെൻറ് അൺസ്റ്റേബിളാണ്. അൺസ്റ്റേബിൾ ഗവൺമെൻറ് എന്തും അറ്റകൈക്ക് എന്തും ചെയ്തു കളയും. അങ്ങനെ ഒരു വാദഗതിക്ക് ചില പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഗൗരവമായിട്ട് ഇറാൻ്റെ ആണവ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇറാനെ ഏകപക്ഷീയമായി ചുരുക്കണം, ഒതുക്കണം എന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല. അങ്ങനെ ഒതുക്കിയാൽ ഒരു രാജ്യവും ഒതുങ്ങില്ല കേട്ടോ. ഒരു രാജ്യവും അങ്ങനെ ഒതുങ്ങില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ അടുത്ത ദിവസം ഒരു ട്രോള് കണ്ടു. പുടിൻ പറയുന്നു, ഇൻ 3 days we will capture Kiev. ദിവസം 3 അല്ല, ആഴ്ച 3 അല്ല, മാസമല്ല, 3 വർഷം കഴിഞ്ഞിട്ടും കിയേവ് പിടിക്കാൻ, ഉക്രൈൻ പിടിക്കാൻ, പൂർണ്ണമായി പിടിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല. പുടിൻ്റെ കാര്യം ഖുദാ ഗവ.
ഇനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാര്യമോ, ഗിവ് മീ 24 hours, ഐ വിൽ എസ്റ്റാബ്ലിഷ് പീസ് ഇൻ റഷ്യ ഉക്രൈൻ. അവിടെയും നടന്നില്ല. ഇസ്രയേൽ ഹമാസ് നടന്നിട്ടില്ല. ഇറാൻ്റെ കരുത് അമേരിക്ക തന്നെ യുദ്ധത്തിലേക്ക് ചാടി പുറപ്പെട്ടു. യുദ്ധം നിർത്തി സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ട ട്രംപ് കൂടുതൽ യുദ്ധങ്ങൾ ചെന്ന് ചേർന്നു. ഇതല്ലേ വാസ്തവം. അതുകൊണ്ട് ഈ രാജ്യം അമേരിക്ക എന്ത് പറഞ്ഞാലും വാസ്തവദത്തയുടെ സദാചാര പ്രഘോഷണം എന്നതിനുപരിയായ ഒരു അർത്ഥം ട്രംപിൻ്റെ വാക്കുകൾക്ക് കണ്ടെത്താനാവുമോ? അതാണ് ചോദ്യം.